നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ശിവരാത്രി മാഹാത്മ്യം അവസാന ഭാഗം, അധ്യായം 5, 6 എന്നിവ. കാലമന്ദിരം ബുക്കുമേവിന കാലം കാലൻ ചാലവേ വിചാരിച്ചു ചേതസാധർമാധർമ്മം ഘോരമാം നരകത്തിലിട്ടുടൻ കരയേറ്റി പാരാതെ ചണ്ടാല സ്ത്രീ ഗർഭത്തിലാക്കിയിടിനാൻ. എത്രയും കറുത്തിരുണ്ടങ്ങനെ കുരുടിയായി തത്ര വന്നുടൻ പിറന്നിടിനാളെന്നേ വേണ്ടു. കണ്ണു കാണാതെ വന്നു പിറന്ന ചണ്ടാലിയെ ചണ്ടനാം ചണ്ടാലേശൻ ദ്വേഷിച്ചു വളർത്തിനാൻ. ശ്വാക്കളും ശിശുക്കളും തിന്നു തുപ്പിയ ചോറും കൊറ്റിനു കൊടുത്തതിൻ ശേഷിച്ച പഴങ്കഞ്ഞി കാടിയും കറിക്കലം കഴുകിയിട്ടുള്ള ചോറും കൂടിമേളിച്ചു കൊടുത്തിടിനാൻ അവൾക്കുണ്മാൻ. പട്ടിണി കിടക്കയും വാവിട്ടു കരകയും ചുട്ടുവെയിലത്തു കിടന്നൊട്ടു താനുഴൽകയും കുഷ്ഠവും പിടിപെട്ടു രാജയക്ഷ്മാവും കൂടി പൃഷ്ഠവും കാലും കയ്യും പുഴുത്തു ദുർഗന്ധവും മൂലവും പുരീശവും ചോരയും ചലങ്ങളും ഗാത്രമെങ്ങുമേ പിരണ്ടങ്ങനെ വശം കെട്ടു. വേളിയും കഴിഞ്ഞില്ല ദുർഭഗയ്ക്കതു കാലം ധൂളിയിൽ കിടന്നുഴന്നാർത്തിയും വർദ്ധിച്ചിതു. ചണ്ടാലപ്രധാനിയങ്ങവളെ കൊണ്ടുപോയി ചണ്ഡമാം വനത്തിലങ്ങാക്കിനാൻ മടിയാതെ. യഷ്ടിയുമുടനൊരു ചട്ടിയുമെടുത്തവൾ പട്ടണം തോറും നടന്നിരന്നു തുടങ്ങിനാൾ. ദൈവതമുള്ള ജനമൊട്ടൊട്ടു കൊടുത്തിടും കേവലം നിരീശന്മാർ കൈകൊട്ടിച്ചിരിച്ചിടും. ഇത്തരം നടക്കുന്നോളേകദാ ശിവരാത്രിക്കെത്തുവാൻ ഗമിക്കുന്ന മർത്യരോടിടകൂടി. നാലു ദിക്കിലും നിന്നു വരുന്നു മഹാജനം, നാലു ജാതിയും ബാലവൃന്ദവും വൃദ്ധന്മാരും സ്ത്രീകളും പ്രഭുക്കളുമാനതോർ കുതിരകളാകവേ ഘോഷത്തോടെ ഗോകർണം പ്രാപിക്കുന്നു. ഭോജനം കിട്ടും, നല്ല വസ്ത്രവും കിട്ടുമെന്നു യാചനം ചെയ്യുവാൻ മെല്ലെ ചണ്ടാലി കൂടെ പോയാൾ. ഊട്ടിനു പുറപ്പെട്ട കൂട്ടമെന്നുറച്ചവൾ പെട്ടെന്നു പണിപ്പെട്ടു വടിയും കുത്തി അധ്വകന്മാരെ ദൂരെ വിളിച്ചു പിമ്പേ കൂടി ഭദ്വഗേതമാം വണ്ണം വണങ്ങിച്ചൊല്ലിയിടിനാൾ. അത്രമാത്രമെങ്കിലും ഭോജനം തരികടോ, വസ്ത്രവും തരുന്നാകിലെത്രയും ഗുണം വരും. എന്തടോ പാന്തന്മാരെ ദീനരാം ജനങ്ങൾക്കു ബന്ധുത ചെയ്തിടാത്തു. ഹന്തമേ പാപം കാണിൻ, എന്തൊരു ദുരിതം ഞാൻ ചെയ്തെന്നറിഞ്ഞില്ല. ബന്ധമെന്തെന്നിനിക്കിതി സങ്കടം സംഭവിപ്പാൻ. ദാഹവും വിശപ്പുമുണ്ടെത്രയും വർദ്ധിക്കുന്നു, ദേഹവും തളരുന്നു, നടപ്പാൻ ശക്തി പോരാ. 2-4 അഹസ്സുണ്ടു പട്ടിണി കിടക്കുന്നു, കൊണ്ടുപോവതിനയ്യോ കാലനും മനസ്സില്ല. ഉറ്റവരുപേക്ഷിച്ചു ദൈവവും വെടിഞ്ഞിതു, കുറ്റമെന്തവർക്കെല്ലാം പാപി ഞാനെന്നേ വേണ്ടു. കൊറ്റിനു വകയില്ല, കൂറ്റുകാരെനിക്കില്ല, പെറ്റതുമില്ലല്ലോ ഞാൻ പോറ്റുവാനാരുണ്ടാകും. അറ്റവും അറുതിയുമില്ലെൻ്റെ പാപങ്ങൾക്കു, ചെറ്റുമില്ലൊരു ഗതി അയ്യയ്യോ പാന്തന്മാരെ. കാറ്റുമാ തപങ്ങളും പറ്റുന്ന ഹിമങ്ങളുമേറ്റു ഞാൻ കിടക്കുന്നു, മാറ്റുവാനെളുതാമോ? കൈകളും പരത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നോരാകുല സ്വരൂപത പാത്രമാം ചണ്ഡാലിക്ക്. വില്വപത്രത്തെ കൊണ്ടുപോകുന്ന പാന്തനൊരു വില്വപത്രത്തെ കൊടുത്തിടിനാൻ കരം തന്നിൽ. കൂവളത്തില കരം കൊണ്ടവൾ തൊട്ടു നോക്കി ചൊവ്വല്ല ഭുജിപ്പാനെന്നോർത്തുകൊണ്ടപേക്ഷിച്ചാൾ. ദൈവകൽപ്പിതം കൊണ്ടു വെടിഞ്ഞ വില്വപത്രം ശൈവമാം ലിംഗത്തിൻ്റെ ശിരസിൽ പതിച്ചിതു. ഭോജനം ലഭിയാഞ്ഞു നിദ്രയുമുണ്ടായില്ല. യോജന വഴി നടന്നാർത്തയാം ചണ്ഡാലിക്ക്. രാത്രിയും കഴിഞ്ഞുടൻ സർവലോകരുമങ്ങു
യാത്രയും തുടർന്നിതു മിത്രനങ്ങുദിച്ചപ്പോൾ. ചണ്ഡികാനികേതന ദ്വാരിവാരിതീരെ ചണ്ഡാലിവാസം ചെയ്തു രാത്രിയും കഴിഞ്ഞുടൻ. മാനുഷഘോഷമെല്ലാം ശമിച്ചോരനന്തരം ദീനയാമിവൾ പണിപ്പെട്ടിഹ വന്നിടിനാൾ. അന്ത്യകാലവുമുടൻ വന്നടുത്തതു മൂലമന്തപുരി പോവാൻ ഭാവിച്ചു കിടക്കുന്നു. സന്ധികൾ തളർന്നിതു സാധവും കലർന്നതി സന്താപം സഹിയാനുരോധനം ചെയ്തിടുന്നു. മർമ്മവേദനാകാശ ശ്വാസ നിർഗമം കൊണ്ടും കർമ്മൈഭവം കൊണ്ടും ദുഃഖിച്ചുമേ വീടുന്നു. അന്ത്യമാം ദശാന്തരം പ്രാപ്തയാം ചണ്ഡാലിയെ ചിന്തനം ചെയ്തു ശിവൻ ശങ്കരൻ ദയാനിധി. കൊണ്ടുപോരുവിനെന്നു സ്വാമിദാനരുൾ ചെയ്തു. 2 നാഴിക മുമ്പേ ഞങ്ങളെ നിയോഗിച്ചു. ഇങ്ങനെ പരമാർത്ഥം മാമുനെ ധരിച്ചാലും മംഗലസ്ഥാന പ്രവേശത്തിനു പാത്രമിവൾ. മുമ്പിലെ ജന്മം തന്നിൽ ദാനങ്ങൾ ചെയ്യായികയാൽ സമ്പ്രതി ദരിദ്രയായി തീർന്നിതു ചണ്ഡാലിയും. അന്നദാനങ്ങൾ മുന്നം ചെയ്യായിക നിമിത്തമായി ഖിന്നമായി വിശപ്പുദാഹങ്ങളെ പ്രാപിച്ചിതു. ഗോവിനെ ഹനിക്കയാൽ ചണ്ഡാലിയായി തീർന്നു. ദൈവകൽപ്പിതമാർക്കു ലംഘനം ചെയ്തിടാവോ. സന്തതം പുരാസുരാപാനമത്തയാകയാൽ അന്ധയായി ജനിച്ചിതു സംപ്രതീധരിക്ക നീ. ജാരസംഗമം നടേ ചെയ്കയാൽ ഇവൾക്കിപ്പോൾ ആരുമേ ഭർത്താവായി സംഭവിച്ചതുമില്ല. അത്രയല്ലടോ ജാരാലിംഗനം ചെയ്യുക മൂലം ഗാത്രമെങ്ങുമേ കുഷ്ഠവ്യാധിയും പിടിപെട്ടു. ശൂദ്രനെ പരിഗ്രഹിച്ചിടുക നിമിത്തമായി രൗദ്രവേദനാ കൃമി പൂതി ദുർഗന്ധങ്ങളും. പൂജനീയാമവൾ മദ്യപാനം ചെയ്യുകയാൽ രാജയക്ഷ്മാവും ശൂലരോഗവും ഇപ്പോൾ കൂടി. പൂർവജന്മോപാർജിതമാകിയ ശുഭാശുഭം സർവദേഹികൾക്കുമിജന്മത്തിലനുഭവം. ശർവനെ സ്മരിച്ചെന്നാൽ സർവപാതകങ്ങളും സർവരോഗാദികളും തൽക്ഷണം നശിച്ചിടും. പൂർവജന്മാന്തേ ഈ വളന്തകപ്പുരം പുക്കു. സാർവഭൗമനാം ധർമ്മരാജന്റെ തിരുമുമ്പിൽ വന്നതു കണ്ടു വിചാരിച്ചിതു സഭാജനം. പുണ്യപാപങ്ങളിവൾക്കെത്രയുണ്ടെന്നീ വണ്ണം. ബ്രാഹ്മണകുലം തന്നിൽ ജാതയെങ്കിലും ഇവൾ ബ്രഹ്മണാചാരം വെടിഞ്ഞന്യ സംഗമം ചെയ്താൾ എന്നതു കൊണ്ടു നരകത്തിലാങ്ങാക്കിയിടണം എന്തിഹ വിചാരിപ്പാൻ എന്നൊരു പക്ഷം കേട്ടു. സാഹസം കണക്കല്ല പൂർവപുണ്യങ്ങൾ കൊണ്ടേ സാമ്പ്രതം മനുഷ്യനായി സംഭവിച്ചിടൂനൂനം. അത്രയുമല്ല മഹാബ്രാഹ്മണ വംശം കിട്ടാൻ എത്രയും മഹാപുണ്യം പൂർവജന്മത്തിൽ വേണം. ജന്മകോടികളെല്ലാം ആകവേ വിചാരിച്ചേ സമ്മതിക്കാവൂ ദണ്ഡമെന്നൊരു പക്ഷം കേട്ടു. എന്തിനും പൂർവപുണ്യം ചിന്തനം ചെയ്തിടുന്നു. എന്തിവളൊരു പുണ്യം ചെയ്തതു ചിന്തിച്ചാലും. ബുദ്ധിപൂർവമായൊരു ഗോവിനെ വധിച്ചില്ലേ. ശുദ്ധിയില്ലാത്ത ശൂദ്രജാതിയെ ഭജിച്ചില്ലേ. ഈ കനൽ പുഴ തന്നിൽ നീന്തണമിവളാശു നീക്കമില്ലിതിനേതുമെന്നൊരു പക്ഷം കേട്ടു. ഗോവിനെ വധിച്ചതു പാതകമെന്നാകിലും ശൈവമാം നാമമൊന്നു ചൊന്നതു ചിന്തിക്കണം. വല്ലികൾ മരങ്ങളും പുല്ലുകൾ ഇവയെല്ലാം തെല്ലുതീക്കനൽ കൊണ്ടു ഭസ്മമായിടുന്നീലേ. മംഗല ശിവനാമമോദിയാല ശേഷമേ തുങ്കമാം ദുരിതൗകം ശാന്തമായിടും ദൃഢം. ശൈവമാം പദം തന്നിൽ സൗമിനി വസിക്കണം. നൈവ സഞ്ജയം കിഞ്ചിലെന്നൊരു പക്ഷം കേട്ടു. വല്ലതെന്നാലും ഒരു ജന്മത്തെ കൽപ്പിക്കണം. നല്ലതു ചെയ്തു ഫലം നൽകുവാൻ ക്ഷമിക്കണം. അംഗസംസ്കാരം ചെയ്താനാഭരണങ്ങൾ ചേർത്താൽ ഭംഗിയില്ലറിഞ്ഞാലും ശോധന വേണം മുമ്പേ.
ദുഷ്ടാംശം കളയാതെ ദുർവ്രണമുണക്കിയാൽ ഒട്ടുനാൾ ചൊല്ലുന്നേരം പൊട്ടുമെന്നറിഞ്ഞാലും ജന്മമൊന്നിവൾക്കിനി സർവദാ വേണ്ടി വന്നു. കർമ്മദോഷങ്ങളെല്ലാം താൻ അനുഭവിക്കണം. രോഗവും ദാരിദ്ര്യവും എത്രയും അനുകൂലം. ഭോഗങ്ങളെപ്പെടായ്കാത്മശുദ്ധിയുണ്ടാകാൻ സൗമിനിക്കതുകൊണ്ടു ജന്മമൊന്നാർജിക്കണം. താമസം വേണ്ട താനുമെന്നൊരു പക്ഷം കേട്ടു. എങ്കിൽ ജനിക്ക നീ സൗമിനി വിരവോടെ സങ്കടമനുഷ്ഠിച്ചിടുക ബഹുവിധം. ദുഷ്ടദാരിദ്ര്യം നീചജാതിയിൽ ജനനവും കുഷ്ഠവും കഫവ്യാധി ക്ലേശവും ദുർഗന്ധവും അന്ധത ദുഃഖം പിന്നെ ക്ഷുത്പിപാസാദികളും ബന്ധുക്കൾ വെടികയാലുണ്ടാകും ദുഃഖങ്ങളും ഒക്കവേ അനുഭവിച്ചായുരാന്തമാം കാലേ സൽക്കർമ്മമൊന്നു ചെയ്തു ജീവനെ ത്യജിക്ക നീ എന്നതിൽ പരം ശിവൻ തന്നെ ലോകം തന്നിൽ നിന്നെയും വസിപ്പിക്കും കുന്നിൻ മാനിനി കാന്തൻ. തൽപദം സേവിക്കുന്ന മർത്യനെ കുറിച്ചൊരു കൽപ്പന നമുക്കില്ല, സർവമീശ്വരാധീനം. ചിത്രഗുപ്തനുമിതു സമ്മതമല്ലീ സഖേ, പത്രമൊന്നെഴുതുക തത്ര സന്ദേഹം വേണ്ട. ദുഷ്കൃതം വിചാരിച്ച പൂർവപത്രങ്ങൾ നോക്കി ഒക്കവേ വരച്ചാലും എന്തിഹ മടിക്കുന്നു. തങ്ങളാൽ അനുഷ്ഠിത കർമ്മങ്ങൾക്കനുകൂലം തങ്ങൾക്കു ശുഭാശുഭമെന്നതു നീക്കിയിടാമോ? ഇങ്ങനെ വിചാരിച്ചു ധർമ്മരാജനും അപ്പോൾ ഇങ്ങനെ ചണ്ടാലിയായി ഇവളെ ജനിപ്പിച്ചു. ഇത്രനാൾ മഹാദുഃഖം സഹിച്ചാളിവൾ ശിവ രാത്രികൾ ഉറക്കവോ മഷ്ടിയും ലഭിക്കാതെ. ഗോകർണക്ഷേത്രേ വന്നു കൂവളത്തില കൊണ്ടു ലോകനാഥനെ പൂജിച്ചിടിനാൾ യദൃച്ഛയാ. എന്നതു മൂലം ശിവലോകത്തെ പ്രാപിപ്പാൻ വന്നിതു ഞങ്ങളിനി പോകുന്നു മഹാമുനെ. ഭവ്യരാം ശിവദൂതന്മാരിതി പറഞ്ഞുടൻ ദിവ്യമാം വിമാനത്തിലേറ്റിയാർ ചണ്ടാലിയെ. അന്നേരം മഹോജ്വല പ്രൗഢശോഭയായി തീർന്നു സുന്ദരി പുരന്തര സ്ത്രീകളെക്കാളും രമ്യം. കിങ്കരന്മാരും തഥാ നാരിയും വിമാനവും ശങ്കരാസ്പദം നോക്കി ഗമിച്ചു മറഞ്ഞിതു. ഞങ്ങളും അതു കണ്ടു വിസ്മയം പൂണ്ടു ഭൃശം. ഇങ്ങനെ വരും നേരം നിന്നെയും കാണായി വന്നു. ശൈവനാമോച്ചാരണം ബില്വപത്രാരാധനം ശൈവമാം പദം പ്രവേശിപ്പിക്കും ധരിക്ക നീ. തദ്ഭവാൻ ഗോകർണാഖ്യ ക്ഷേത്രത്തെ പ്രാപിച്ചാലും ദുർഭഗക്ലേശം തീരും ശങ്കരപ്രസാദത്താൽ. ശങ്കരൻ തൻ്റെ ലോകെ ചെന്നു നീ പതിച്ചിടും. ശങ്കയില്ലതു കൊണ്ടു ജന്മസാഫല്യം വരും. അധ്യായം 6 ശൈവമാഹാത്മ്യം. ഗൗതമവചസ്സതു കേട്ടുടൻ പ്രസാദിച്ചു. ജാതകൗതുകം നൃപൻ ചോദിച്ചു വിനീതനായി. ശൈവമാം പദത്തിൻ്റെ ലക്ഷണം മഹാമുനെ കേവലം ഗ്രഹിപ്പതിനാഗ്രഹം മമാശയേ. എങ്ങനെയിരിപ്പോന്നു തൽപദപ്രകാരങ്ങൾ ഭംഗിയോടരുൾ ചെയ്തിടണമെന്നോടു ഭവാൻ എന്നതു കേട്ടു മഹാഗൗതമൻ അരുൾ ചെയ്തു. നന്ദിതു മഹീപദേ നിന്നുടെ മനോരഥം. ബ്രഹ്മലോകാദികളിൽ പോലുമേ ലഭിയാതെ ശർമ്മസാന്ദ്രമാം ലോകനാഥന്റെ ലോകം തന്നിൽ സർവദാ മഹോജ്വലം സർവദാ മനോഹരം സർവദാ ശിവങ്കരം സർവദാ നിരാമയം നിർമ്മല ഗുണത്രയാതീതമവ്യയപദം കർമ്മവാസനാബദ്ധച്ഛേദകം മോദസ്ഥാനം. കാമവും ക്രോധം മഹാമോഹവും തൃഷ്ണാലോഭം താമസം മിഥ്യാദൃഷ്ടി മതമാത്സര്യങ്ങളും രാഗഡംബാഹങ്കാരദ്വേഷ പൈശൂന്യങ്ങളും ഭോഗലോലുപത്വവും ഹിംസയും അസൂയയും ഇത്തരം ദുരന്തമാം ശത്രുവർഗത്തെ ജയിച്ചുത്തമം ശമം ധമം സന്തോഷം വിവേകവും ശാന്തിയും മഹേശ്വര ഭക്തിയും വിശ്വാസവും
ശാന്തിയും ദയാ ശൗചം സത്യവും ഋജുത്വവും സജ്ജനമിത്രത്വവും ദീനരിൽ കരുണയും ദുർജനേയുപേക്ഷയും സൽക്രിയാമുദീതയും ഇത്തരം വരേണ്ടതും വന്നുടൻ വിശുദ്ധരാം സത്തുക്കൾ ഗമിക്കുന്നു ഇന്ദ്രചൂടന്റെ ലോകം. ഇന്ദ്രിയങ്ങളെ ജയിച്ചാത്മനാരമിച്ചുകൊണ്ടിന്ദ്രലോകാദികളിൽ പോലുമങ്ങനാസ്തയാ ദേഹചിത്താദികളിൽ ആത്മവിഭ്രമം ശമിച്ചൈഹികം മൂല്യങ്ങളിൽ വൈരാഗ്യം ഭവിച്ചുടൻ ബുദ്ധിയിൽ തോന്നിയിടുന്ന രൂപ്യരൂപത്തെ പോലെ മിഥ്യയീ പ്രപഞ്ചങ്ങൾ സത്യമല്ലെന്നും പിന്നെ നിത്യമായതു പരമാത്മാവെന്നതും ഹൃദി നിത്യവും ഉറപ്പിച്ചു നിശ്ചലം തപം ചെയ്യും ധന്യരാം മഹത്തുക്കൾ സന്തതം ധ്യാനിക്കുമ്പോൾ തന്നുള്ളിൽ കാണുന്നതും നീലകണ്ഠന്റെ ലോകം. അഷ്ടയോഗാംഗം കൊണ്ടും യോഗികൾക്കനുഭവം ഇഷ്ടമായി വരുന്നതും അഷ്ടമൂർത്തികൾ സ്ഥാനം അന്ധകാരത്തിനേതും സംബന്ധമില്ലാത്തൊരു ബന്ധുര പദമന്ധകാരി തന്നെ ലോകം. എത്രയും പണിപ്പെട്ടു യാതൊരിടത്തു ചെന്നാൽ തത്ര നിന്നതോഗതി സംഭവിച്ചിടുന്നില്ല. ഏകമായനന്തമായുള്ള കല്യാണസ്ഥാനം ശോകവർജിത മധുവാമദേവന്റെ സ്ഥാനം. ഏകദന്തനും മഹാവീരനും കുമാരനും ലോകപാലകന്മാരും നന്ദികേശ്വരൻ താനും. ശൃംഗീ ഭൃംഗീരിടിയും വാസുകീ തക്ഷകനും തുങ്കനാമൃഷഭനും ഭൂതനായകന്മാരും. ശൈലനന്ദിനി താനും ഗംഗയും ശശാങ്കനും ബാലനാം കുരംഗവും ശൂലവും കുഠാരവും തുമ്പമാലയും കപാലങ്ങളും പുലിത്തോലും ചാമ്പലുമെല്ലും വില്വമാലയും രുദ്രാക്ഷവും ഡങ്കവും കടുന്തുടി ധങ്കവും കോടീരവും അങ്കുശം പാശം ഫണിമാലകൾ ബഹുവിധം ഇത്തരം പദാർത്ഥങ്ങൾ യാതൊരു ദിക്കിൽ സദാ ചിത്തമോഹനമതു കൃത്തിവാസസിൻ പദം. സൂര്യവംശജക്ഷമാവല്ലഭ ഭവാനിന്നു സ്വൈരമാം വണ്ണം ഗോകർണാലയം പ്രാപിച്ചാലും കൂവളത്തില കൊണ്ടു ദേവനെ പൂജിച്ചാലും ശൈവനാമങ്ങൾ ജപിച്ചാസ്തയാ വസിച്ചാലും ബ്രഹ്മഹത്യയും തീരും ജന്മഭീതിയും തീരും ബ്രഹ്മലീനനാമെന്നാൽ ആനന്ദം ലഭിച്ചിടും എന്നരുൾ ചെയ്തു മുനി ഗൗതമനെഴുന്നള്ളി മന്നവൻ മിത്രസഹൻ ഗോകർണം പ്രാപിച്ചിതു. കൃത്തിയും ഭയപ്പെട്ടു ദൂരവേ വാങ്ങിപ്പോയി നിത്യശുദ്ധനാം നൃപൻ ഭക്തിമാൻ വിനീതിമാൻ. ശൈവപൂജയും ചെയ്തു തൽപ്രസാദവും വാങ്ങി കേവലം ബ്രഹ്മത്തോടെ ലയിച്ചങ്ങാനന്ദിച്ചു. ഇക്കഥ കീർത്തിച്ചാലും കേട്ടാലും സ്തുതിച്ചാലും ദുഃഖങ്ങൾ ശമിച്ചിടും മുക്തിയും ലഭിച്ചിടും. ശങ്കരൻ പ്രസാദിക്കും സമ്പത്തുമതുമൂലം സങ്കടം വിനാജനിച്ചിടുമെന്നറിഞ്ഞാലും എന്നതു കൊണ്ടു ചൊന്നേൻ മാമുനി ശ്രേഷ്ഠന്മാരെ നിതു ശിവരാത്രി തന്നിലെ മഹാവ്രതം. നിദ്രയും അശനവും ത്യജിച്ചു വഴി പോലെ രുദ്രനെ പ്രദക്ഷിണം ചെയ്യുകയും സ്തുതിക്കയും അർച്ചനം ജപം ഹോമം തർപ്പണമിവയെല്ലാം ഇച്ഛയാ ജാതിദ്രവ്യങ്ങൾക്കുടൻ ചേരും വണ്ണം നിത്യവും ചെയ്യാം വിശേഷിച്ചിഹ ശിവരാത്രൗ നിത്യനിഷ്കള ബ്രഹ്മപ്രാപ്തി മംഗളം ഫലം. ശിവരാത്രി മാഹാത്മ്യം സമാപ്തം. നന്ദി.